ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയ്ക്ക് വായിച്ച് നോക്ക്. ഇപ്പോൾ ആശാ വർക്കർമാർ കിടക്കുന്നു, ഇവിടെ എന്താ അവരുടെ ആവശ്യം? ഇന്നതാണ്. മൊത്തം തുക എത്ര വരും? അവരുടെ ആവശ്യം മുഴുവൻ അംഗീകരിക്കുകയാണെങ്കിൽ എത്ര തുക വരും? 368 കോടി രൂപ വരും സാർ ആണ്ടിൽ. ഒരു കാര്യം ചെയ്യും, അവരെ ആവശ്യപ്പെടുന്നതിൻ്റെ പകുതി കൊടുക്കാമെന്ന് പറയാം. അപ്പോൾ നമുക്കൊരു 180 കോടിയിലൊക്കെ നിർത്താം. കൊടുത്തേക്ക്, പ്രശ്നം കഴിഞ്ഞു. അതിൻ്റെ കിള്ളിപ്പൊളിച്ച് ചർച്ച ചെയ്യാനും പിടിക്കാനും ഒന്നുമില്ല. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാശ് എത്ര ചിലവാകും ഖജനാവിന്ന്, ഇതാണല്ലോ പ്രധാന സംഗതി. ആ കാശ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എഗ്രി ടു ദാറ്റ് ഡിമാൻഡ്, വാട്ട് ഈസ് ദർ. അവർക്കും സന്തോഷമായി. പകുതി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കും. പകുതി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അവരല്പം കൂട്ടി ചോദിക്കുന്നത്. ആർക്കും അറിയാം 100 രൂപ ചോദിച്ചാലേ 50 രൂപ കിട്ടുള്ളൂ, അതുകൊണ്ട് 100 ചോദിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇത് നടക്കുന്നത്, പ്രത്യേകിച്ച് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളൊക്കെ. അപ്പോൾ അത് തീർത്തു വിടാവുന്നതേ ഉള്ളൂ. ബട്ട് അത് ചെയ്യില്ല എന്ന് വാശിയാണ്. കാരണം അത് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരല്ലാത്തവർക്ക് ജീവിക്കേണ്ട ഈ നാട്ടിൽ. അവരും മനുഷ്യരാണല്ലോ, പൗരന്മാരാണല്ലോ ഇവിടുത്തെ. മുഖ്യമന്ത്രിക്ക് വോട്ട് ചെയ്തില്ല അഥവാ വോട്ട് ചെയ്യുന്നവരല്ല എന്ന് മുഖ്യമന്ത്രി വിചാരിക്കുന്നു, ഇത്രയല്ലേ ഉള്ളൂ. ബട്ട് അവർക്ക് ജീവിക്കാനുള്ളത് കൊടുക്കണ്ടേ? അത് കൊടുക്കാതെ ഈ ധാരാളിത്തം കാണിക്കാനുള്ള ധാർഷ്ട്യം എന്ന് പറയുന്നത് അസാമാന്യമായ ധിക്കാരമാണ്, ജനങ്ങളെ അപമാനിക്കലാണ്. ഇങ്ങനെയൊന്നും ഒരു ഭരണാധികാരി ചെയ്തുകൂടാ.